ഹായ്, ഇതാണ് ജൻമഹൽ. ജൻമഹലിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് 18-ാം നൂറ്റാണ്ടിൽ തന്നെ സവായ് ജയസിംഗ് നിർമ്മിച്ച യന്ത്രങ്ങളുടെ ഉദ്യാനം കാണാൻ വേണ്ടിയാണ്. സമയവും മാസവും കാലവും കൃത്യമായി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളുടെ ഉദ്യാനമായ ജന്തർ മന്ദിർ കാണാൻ. ജന്തർ മന്ദിറിലേക്ക് കയറാൻ എൻട്രി ഫീസ് 100 രൂപയായിരുന്നു. അകത്തേക്ക് ഞങ്ങൾ കയറിയപ്പോൾ ആദ്യമായി കണ്ടത് ദോശക്കല്ല് പോലെ ഇരിക്കുന്ന ഈ കല്ലുകളാണ്. ഇതാണ് യന്ത്രരാജൻ. പ്രധാനമായും ഹിന്ദു കലണ്ടർ നിർമ്മിക്കാൻ വേണ്ടിയാണ് യന്ത്രരാജൻ ഉപയോഗിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് യന്ത്രരാജനെ ഉപയോഗിക്കുന്നത്. സമയം കണ്ടുപിടിക്കാനാണ് ഈ ക്ലോക്ക് ഉപയോഗിച്ചത്. നമ്മുടെ ഷാഡോ ഉപയോഗിച്ചാണ് കൂടുതലും ഇവിടെ സമയം കണ്ടുപിടിക്കുന്നത്. നാഡിവാല ടൂൺ ക്ലോക്ക് കാണാനാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. നാഡിവാല ടൂൺ ക്ലോക്ക് വട്ടത്തിലിരിക്കുന്ന ക്ലോക്കിൻ്റെ നടുക്കൊരു കമ്പിയുണ്ട്. ആ കമ്പിയിൽ വന്ന് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചുറ്റിനുമുള്ള കണക്ക് പ്രകാരമാണ് 18-ാം നൂറ്റാണ്ടിൽ സമയം കൃത്യമായി കണ്ടുപിടിച്ചിരുന്നത്. ഇവിടെ ധാരാളം കൊച്ചു കൊച്ചു തണ്ടേലുകളുണ്ട്. സവായ് ജയസിംഗ് ആദ്യം കൊച്ചു കൊച്ചു പല തണ്ടേലുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തണ്ടേൽ ഇവിടെ നിർമ്മിച്ചത്. അടുത്തതായി കാണാൻ പോകുന്നത് കബാലി യന്ത്രങ്ങളാണ്. പണ്ട് കാലത്ത് സവായി രാജാവ് സിമ്പിളായി നിർമ്മിച്ച കബാലി യന്ത്രം ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ നൂതന ടെലസ്കോപ്പുകളെക്കാട്ടിലും പ്രധാനമുള്ള യന്ത്രമാണ് കബാലി യന്ത്രം. ഇന്നും കൃത്യമായിട്ട് ഈ യന്ത്രം ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയും. 18-ാം നൂറ്റാണ്ടിലെ ഈ വലിയ ഉദ്യാനം ഇന്നും ഇവിടെ ഉണ്ട്. ഒരു സ്മാരകം പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രാവശ്യം ഈ ഉദ്യാനം വന്ന് കാണണം. ഇതാണ് ഏറ്റവും വലിയ തണ്ടേൽ. തണ്ടേലിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് രാമയന്ത്രങ്ങൾ. രാമയന്ത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് വിടർന്നു നിൽക്കുന്നത്. ഈ യന്ത്രത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുന്നത്. രാമയന്ത്രത്തിൻ്റെ നടുക്കൊരു കമ്പി പോലെയുണ്ട്. അതിൻ്റെ അകത്ത് സൂര്യപ്രകാശം തട്ടി ഇതളുകളിൽ വന്ന് വീഴും. അങ്ങനെയാണ് പണ്ടുകാലത്ത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ 2-3 രാമയന്ത്രങ്ങൾ വലുതും ചെറുതുമായുണ്ട്. ധാരാളം യന്ത്രങ്ങളുടെ ഈ ഉദ്യാനത്തിൻ്റെ യാത്ര തുടരുകയാണ്. അടുത്ത ഉദ്യാനത്തിലെ കാഴ്ചകളും വലിയ തണ്ടേലിനെ കുറിച്ചും ഉള്ള വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ഓക്കെ, ബൈ.